റായിമിന്റെ അടുത്ത് ചെന്ന് കിടന്ന ജൂവൻ അവൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതുപോലെ നെറ്റി ചുളിക്കുന്നത് കണ്ട് അവളുടെ നെറ്റിയിൽ തൊടുന്നു. ആ സമയത്ത് അവൾ ഉണരുന്നുണ്ട്. കുറച്ചു സമയം അവളും അങ്ങനെ തന്നെ അവനെ നോക്കി കിടക്കുന്നു. തൊട്ടടുത്ത് ഒരു മുറി കാലിയായിട്ട് കിടപ്പുണ്ട്. നമുക്ക് അവിടേക്ക് പോയാലോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ ദേഷ്യപ്പെട്ട് തലേന്ന് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് തിരിഞ്ഞു കിടക്കുന്നു. ഈ സമയത്താണ് ജെങ്സു മുറിയിലേക്ക് വന്നത്. അവൻ വരുന്നത് കണ്ട് ജൂവൻ പെട്ടെന്ന് തലേനെ എടുത്ത് മുഖം ഒളിപ്പിച്ച് അവിടെ തന്നെ കിടക്കുന്നു. പക്ഷെ ജെങ്സുവിന് അവനാണ് അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അവനെ വലിച്ച് കുറച്ച് താഴേക്ക് നീക്കി കിടത്തിയിട്ട് അവനും അതിൻ്റെ അടുത്തായി കിടക്കുന്നു. പക്ഷെ ജൂവൻ എത്ര സമയം അങ്ങനെ കിടക്കാനാണ്? കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ രണ്ടുപേരെയും കൂടി ഇടയിലേക്ക് നിരങ്ങി കയറി മുകളിലെത്തുന്നുണ്ട്. രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവനതൊന്നും മൈൻഡ് ചെയ്യാതെ ഉറക്കം നടിച്ച് കിടക്കുന്നു. അങ്ങനെ റായിമിൻ്റെ തൊട്ടടുത്താണ് അവനന്ന് കിടന്നുറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ റായിമും ജെങ്സും കൂടി ഹൈക്കിങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് പുറകെ എത്തിയ ജൂവൻ അവരോട് എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും അവന് മറുപടി നൽകാതെ അവിടെ നിന്ന് പോകുന്നു. ജൂവൻ ഒരു കോട്ട് പോലും ധരിക്കാതെ ആ തണുപ്പത്ത് അവർക്ക് പുറകെ ഓടുന്നുണ്ട്. പക്ഷെ അധിക ദൂരം അവൻ അവരെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അവരാണെങ്കിൽ അവനെ മൈൻഡ് ചെയ്യാതെ നല്ല സ്പീഡിൽ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. മലയുടെ ഏറ്റവും മുകളിൽ പോയി നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കുറേ നേരം ആസ്വദിച്ച് ഒന്ന് ഫ്രഷ് ആയ ശേഷം അവർ തിരികെ ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ജൂവൻ വഴിയിലൊരിടത്ത് തണുത്ത് വിറങ്ങലിച്ച് കുത്തിയിരിക്കുകയാണ്. അവർ അവനെ മൈൻഡ് ചെയ്യാതെ പാസ് ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കാലുളുക്കി, അതുകൊണ്ട് എന്നെയും കൂടി കൊണ്ടുപോകണമെന്ന് അവൻ അവരോട് പറയുന്നു. ആദ്യം രണ്ടുപേരും അത് വിശ്വസിക്കുന്നില്ല. പിന്നെ അവൻ്റെ അഭിനയമൊക്കെ കണ്ടപ്പോൾ സത്യമാണ് എന്ന് തോന്നുന്നതിനാൽ അവനെ കൂടി താങ്ങി പിടിച്ച് കൊണ്ടുപോകാൻ അവർ തയ്യാറാവുന്നു. രണ്ടുപേരും കൂടിയാണ് അവനെ താങ്ങി പിടിച്ചിരിക്കുന്നത്. പക്ഷേ അവൻ റായിമിൻ്റെ അടുത്തേക്ക് മുഖം ചേർത്ത് അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെങ്സുവിന് അത് കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവളും അവനെ തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട്. ജുവൻ പിന്നെയും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ജെങ്സു അവനെ തോളിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കാലിപ്പോൾ റെഡിയായി, ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ജൂവൻ പറയുന്നുണ്ട്. ഇതുവരെ അവൻ അഭിനയിക്കുകയായിരുന്നു എന്ന് രണ്ടുപേർക്കും അപ്പോഴാണ് മനസ്സിലായത്. റായും ദേഷ്യം സഹിക്കവയ്യാതെ അവൻ്റെ കാലിൽ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഒരു തട്ട് കൊടുക്കുന്നു. അതിനുശേഷം ദേഷ്യപ്പെട്ട് മുന്നോട്ട് നടക്കുന്നുണ്ട്. ജെങ്സുവും അവൾക്ക് പുറകെ പോകുന്നു. ജൂവന് നന്നായി വേദനിച്ചിരുന്നു. അവൻ കാൽ തടവിക്കൊണ്ട് അവളോട് എന്തൊക്കെയോ വിളിച്ച് പറയുന്ന കൂട്ടത്തിൽ ബാലൻസ് തെറ്റി സൈഡിലേക്ക് വീഴുന്നു. എന്തായാലും അവൻ്റെ നിലവിളി കേട്ട് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നുണ്ട്. യൂൻസിയോളിനോട് താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഓസ്കയ്ക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് യൂൻസിയോളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് എന്താണ് പ്രശ്നമെന്ന് അറിയാൻ അവൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. യൂൻസിയോൾ താനുമായി ബ്രേക്കപ്പ് ആയ ശേഷം മറ്റൊരു ആക്ടറിനൊപ്പം അമേരിക്കയിലേക്ക് പോയി എന്നായിരുന്നു ഓസ്ക ഇതുവരെ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ അവർ ഒരുമിച്ചല്ല പോയത്. രണ്ടുപേരും പോയത് ഒരേ ദിവസം ആയിരുന്നു എന്ന് മാത്രമാണ് എന്നിപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് അവൻ അറിയാൻ കഴിയുന്നു. അത് മാത്രമല്ല, ഓസ്ക കാരണം അന്ന് വളരെ വേദനിച്ചാണ് അവൾ ഇവിടെ നിന്ന് പോയത്. അതിനുശേഷം കുറേ കാലത്തോളം ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. ഡിപ്രഷൻ പോലെ ആയിരുന്നു. അതിനുവേണ്ടി മരുന്ന് കഴിക്കേണ്ടി വന്നിരുന്നു എന്നൊക്കെ ഇപ്പോൾ ആ ഫ്രണ്ടിൽ നിന്ന് ഓസ്ക അറിയുന്നു. ശരിക്കും തൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇപ്പോൾ ഓസ്കയ്ക്ക് ഒന്നുകൂടി ഉറപ്പാവുന്നു. പക്ഷെ ഇപ്പോഴും എന്താണ് പ്രശ്നമെന്ന് അവന് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ശരിക്കും നടന്നത് എന്താണെന്ന് ആ ഫ്രണ്ടിന് അറിയാമെങ്കിലും അവളത് പറയാൻ തയ്യാറാവുന്നില്ല. യൂൻസിയോളിനോട് തന്നെ നേരിട്ട് ചോദിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഓസ്ക അന്ന് യൂൻസിയോളിൻ്റെ ഓഫീസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൾ ഓഫീസിലേക്ക് പോകുന്നതൊക്കെ അവൻ വിഷമത്തോടെ വണ്ടിയിലിരുന്ന് കാണുന്നു. യൂൻസിയോൾ അന്ന് ഓഫീസിലെത്തിയപ്പോൾ ഓസ്കയുടെ പാട്ട് ലീക്കാവാൻ കാരണക്കാരിയായ സ്റ്റാഫ് അവളുടെ മുന്നിലെത്തി കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഓസ്ക പറഞ്ഞതുപോലെ തൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെയാണ് അവൻ്റെ പാട്ട് ലീക്കായിരിക്കുന്നത് എന്ന് യൂൻസിയോൾ ഇപ്പോഴാണ് അറിയുന്നത്. അവൾക്ക് അതിൽ ശരിക്കും വിഷമം തോന്നുന്നുണ്ട്. ആ പെൺകുട്ടി തൻ്റെ തെറ്റ് ഏറ്റെടുത്തുകൊണ്ട് റെസിഗ്നേഷൻ നൽകാൻ തയ്യാറാവുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പണിഷ്മെൻ്റായി ഒരാഴ്ച വീട്ടിലിരുന്ന ശേഷം ജോലിക്ക് വന്നോളാൻ യൂൻസിയോൾ അനുവാദം നൽകുന്നു. അവളുടെ ജോലി നഷ്ടപ്പെടുത്തിയിട്ട് ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. യൂൻസിയോളിനെ മീറ്റ് ചെയ്യാനായി അവിടേക്ക് വന്ന സോൺ ഇതൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ഓസ്കയും അവിടേക്ക് കയറി വരുന്നുണ്ട്. പക്ഷെ സോണിനെ മൈൻഡ് ചെയ്യാതെ അവൻ അകത്തേക്ക് പോയി യൂൻസിയോളിനെ വിളിച്ചുകൊണ്ട് അവിടെ തന്നെയുള്ള മറ്റൊരു മുറിയിൽ കൊണ്ടിരുത്തിയിട്ട് കുറച്ച് ചെസ്നട്ട് പൊളിച്ച് അവൻ അവൾക്ക് നൽകാൻ തുടങ്ങുന്നു. അവൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് അവൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. മുമ്പ് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിനക്ക് ചെസ്നട്ട് വളരെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓസ്ക അതിൽ നിന്നൊരെണ്ണം അവൾക്ക് നീട്ടുന്നു. പക്ഷേ നമ്മളുടെ ഇടയിൽ ഇങ്ങനെ ഒരു മെമ്മറി ഉണ്ടായിട്ടേ ഇല്ല. ഇത് നീ മറ്റേതോ പെണ്ണുമായി ചെയ്തതാണ്, എൻ്റെ കാര്യത്തിലല്ല എന്ന് പറഞ്ഞ് യൂൻസിയോൾ അവനെ എതിർക്കുന്നു. ഓസ്കയ്ക്കാണെങ്കിൽ ആരോടൊപ്പമാണ് അങ്ങനെ പറഞ്ഞതെന്ന് കൃത്യമായി ഓർമ്മയുമില്ല. അതുകൊണ്ട് അവൻ സോറി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവൾ തന്നോട് പിരിഞ്ഞു പോയതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്നും കൂടി പറഞ്ഞിട്ടാണ് അവൻ പോയത്. ആക്ഷൻ ടീം അംഗങ്ങൾ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് തിരികെ പോവുകയാണ്. റായിം കാരണം ജൂവന് ഇപ്പോൾ ശരിക്കും പരിക്ക് പറ്റിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അവനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവൾ മാത്രം അവിടെ സ്റ്റേ ചെയ്യുകയാണ്. ബാക്കിയുള്ളവർ മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. ജെങ്സുവിന് അതിനോടത്ര യോജിപ്പില്ലെങ്കിലും തങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റിയ കുഴപ്പമായതുകൊണ്ട് റായിമിനെ അവിടെ നിൽക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. ജൂവന് ശരിക്കും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ റായിമിന് ഇപ്പോഴും സംശയമുണ്ട്. അവൻ അഭിനയിക്കുകയാണോ എന്നവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ ശരിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അവൻ പറയുന്നു.
എങ്കിൽ പിന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റില്ല. എൻ്റെ പേഴ്സണൽ ഫിസിഷ്യന് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി എന്നറിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റോക്ക് എത്രത്തോളമാണ് താഴത്തേക്ക് പോവുക എന്നൊക്കെ നിനക്കറിയാമോ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അന്ന് ഓസ്ക അവൾക്കൊപ്പം ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞ് പോയ ദിവസം അവർ എവിടെയാണ് പോയത്, എന്താണ് കഴിച്ചത് എന്നൊക്കെ ജൂവൺ അവളോട് ചോദിക്കുന്നു. റൈമിന് അതൊക്കെ കേട്ടപ്പോൾ ദേഷ്യം വന്ന് അവനെ വേദനയുണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ഒരു അടി കൊടുക്കുന്നുണ്ട്. ശരിക്കും അവന് സുഖമില്ല എന്ന് അവൾക്ക് ഇതുവരെ വിശ്വാസമായിട്ടില്ല. അവൻ്റെ അടുത്തിരുന്ന് അവൻ്റെ വാചകമടി കേൾക്കാതെ കുറച്ച് സമയം പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവനും കൂടെ ചെല്ലുന്നു. അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. രണ്ടുപേരും കൂടി കുറേ സമയം അതുവഴി നടക്കുന്നുണ്ട്. ജൂവണിനെ സംബന്ധിച്ച് അവൾക്കൊപ്പം ഇങ്ങനെ നടക്കുന്നത് പലതവണ അവൻ ഇമാജിൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ശരിക്കും അത് സംഭവിച്ചപ്പോൾ അവന് ചിരി വരുന്നുണ്ട്. അവൻ അതിനെക്കുറിച്ച് അവളോട് പറയുകയും ചെയ്യുന്നു. രാത്രി കിടക്കാനായി റായ്ം ഒരു മുറിയിൽ കയറുന്നുണ്ട്. ജൂവൺ ഓരോരോ കാരണങ്ങളുണ്ടാക്കി ഇടയ്ക്കിടെ അങ്ങോട്ടേക്ക് വന്ന് അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും അവൾ എങ്ങനെയെങ്കിലും അവനെ തിരിച്ചയക്കും. അവസാനം അവൻ തലേണയും ഷീറ്റുമൊക്കെ ആയിട്ട് അവിടെ കിടക്കാൻ തയ്യാറെടുത്ത് അങ്ങോട്ടേക്ക് വരുന്നു. പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ അവൾ പറഞ്ഞിട്ടൊന്നും അവൻ പോവാൻ തയ്യാറാവുന്നില്ല. എങ്കിൽ പിന്നെ ഞാൻ തന്നെ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് അവൾ മുറിക്ക് പുറത്തിറങ്ങുന്നുണ്ട്. അവൾ പോകുന്നിടത്തേക്ക് കൂടെ പോകാനായി അവനും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അവൾ തിരിഞ്ഞകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നു. അവൻ കുറേ തവണ മുട്ടി വിളിച്ചിട്ടും അവൾ വാതിൽ തുറക്കുന്നില്ല. ജൂവൺ പല നമ്പറും ഇറക്കി നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയുമില്ല. വാതിൽ ഏതെങ്കിലും വിധത്തിൽ തുറക്കാനും അവൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല. അവസാനം അവൻ പുതിയൊരു നമ്പർ ഇറക്കുന്നു. സ്റ്റെപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കുറേ പേർ അവിടേക്ക് വരുന്നതിൻ്റെ പോലെ ശബ്ദമുണ്ടാക്കിയിട്ട് ആക്ഷൻ സ്കൂളിലെ ടീമംഗങ്ങളെല്ലാം മടങ്ങിയെത്തിയിരിക്കുകയാണ് എന്ന രീതിയിൽ അവൻ ഉറക്കെ സംസാരിക്കുന്നു. ശരിക്കും അവർ വന്നതായിരിക്കും എന്ന് കരുതി അവൾ വാതിൽ തുറക്കുന്നുണ്ട്. ആ തക്കത്തിന് അവൻ അവളെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി കട്ടിലിൽ കിടത്തിയിട്ട് അവനും കൂടെ കയറി കിടക്കുന്നു. അവൾ എഴുന്നേറ്റ് പോവാതിരിക്കാനായി അവൻ ബലമായി അവളെ അമർത്തി കിടത്തിയിരിക്കുകയാണ്. അവന്റെ പിടി വിടുവിച്ച് എഴുന്നേറ്റ് പോകാൻ അവൾ പറ്റാവുന്നത്ര ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. കുറേ സമയമൊക്കെ അവൾ ശ്രമിച്ചു നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഉറക്കം നടിച്ച് കണ്ണ് മടിച്ച് കിടക്കുകയാണ്. അവസാനം അവൾ തോൽവി സമ്മതിച്ച് അടങ്ങി കിടക്കേണ്ടി വരുന്നു. അവനെ അങ്ങനെ തൊട്ടടുത്ത് കണ്ടപ്പോൾ റൈമിന് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ കൺട്രോൾ ചെയ്ത് കിടക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവനും കണ്ണു തുറക്കുന്നു. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നപ്പോൾ അവനും സ്വയം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എപ്പോഴും ചൊല്ലാറുള്ള ആ കട്ടിപ്പോയമൊക്കെ ചൊല്ലിക്കൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നു. അങ്ങനെ കിടന്നുകൊണ്ടാണ് അവരന്ന് ഉറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ റായ്ം ഉണർന്നപ്പോൾ അവൻ ബെഡിൽ ഉണ്ടായിരുന്നില്ല. അവൾ വേഗം റെഡിയായി പുറത്തേക്ക് ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ അവന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് അവൻ പോയിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ തന്നെ അവിടുത്തെ ജോലിക്കാരോട് സംസാരിച്ച് അവർക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവൻ അവിടേക്ക് വരുന്നുണ്ട്. അവരെയൊക്കെ പറഞ്ഞയച്ച ശേഷം നമുക്കിനി പോകാമല്ലോ, നീ റെഡിയായോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നടുവിന് നല്ല വേദന തോന്നുന്നുണ്ട്. അതുകൊണ്ട് വണ്ടി അവൾ ഡ്രൈവ് ചെയ്തോളാൻ അവൻ പറയുന്നു. എനിക്ക് നല്ല വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടും നീ ഇന്നലെ സുഖമായി കിടന്ന് ഉറങ്ങിയില്ലേ, വേദന കാരണം എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല, നീ കള്ളം പറയുന്നതല്ല എന്ന് പറഞ്ഞ് അവൻ അവളെ കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യിക്കുന്നു. അവിടുന്ന് നേരെ അവർ പോയത് ഒരു ഹോസ്പിറ്റലിലേക്കാണ്. ഡോക്ടർ പരിശോധിക്കുന്ന സമയത്താണ് ശരിക്കും അവന്റെ പുറത്തിന് നല്ല പരിക്ക് പറ്റിയിരുന്നു എന്ന് റായ്മിന് വിശ്വാസമാവുന്നത്. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് നല്ല വേദന ഉണ്ടായിരുന്നിരിക്കണമല്ലോ എന്ന് ഡോക്ടറും പറയുന്നുണ്ട്. അവനെ വിശ്വസിക്കാതിരുന്നതിന് അവൾക്ക് കുറ്റബോധം തോന്നുന്നു. വേദന മാറുന്നതിനായി ഡോക്ടർ അക്യുപങ്ചർ ട്രീറ്റ്മെന്റ് ആണ് സജസ്റ്റ് ചെയ്തത്. അതിനുവേണ്ടി സൂചികൾ കുത്താൻ തുടങ്ങിയപ്പോൾ അവൻ കൊച്ചുകുട്ടികളെ പോലെ കരയാൻ തുടങ്ങുന്നു. റായും അവനെ കളിയാക്കിയപ്പോൾ നീ കാരണമാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നത്, അതുകൊണ്ട് ഇതിന്റെ മെഡിക്കൽ എക്സ്പെൻസ് എല്ലാം നീ തന്നെ കൊടുക്കണം, നാളെ തന്നെ എൻ്റെ വക്കീലിനെ കാണാൻ റെഡി ആയിക്കോളാനൊക്കെ അവൻ പറയുന്നുണ്ട്. ജുവന്റെ അമ്മ ഈ സമയം അവന്റെ പേഴ്സണൽ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ജുവൻ എന്തിനാണ് മരുന്ന് കഴിക്കുന്നത് എന്നുള്ള വിവരമൊക്കെ അന്വേഷിക്കുന്നു. പക്ഷേ ട്രീറ്റ്മെന്റിന്റെ രഹസ്യങ്ങൾ മറ്റാരോടും പറയാൻ പറ്റില്ല എന്നൊക്കെ ഡോക്ടർ ആദ്യം പറയുന്നുണ്ട്. എൻ്റെ മകനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്, അവനെക്കുറിച്ച് നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ മറ്റു നടപടികൾ നോക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഡോക്ടർ സത്യം പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവരുടെ അസിസ്റ്റന്റ് അവിടേക്ക് എത്തി ജുവനെ പരിക്ക് പറ്റിയതും ഡോക്ടറുടെ അടുത്തേക്ക് പോയതുമൊക്കെ പറയുന്നു. അങ്ങനെ അവർ ആകെ വെപ്രാളത്തിലാവുന്നുണ്ട്. റായ്മിൻ്റെ ഒപ്പം അവിടെ തന്നെ ഒരു റിസോർട്ടിലേക്ക് പോയ സമയത്താണ് ഇത് സംഭവിച്ചത് എന്നുകൂടി അറിഞ്ഞപ്പോൾ അവരുടെ ദേഷ്യവും ടെൻഷനും എല്ലാം ഒന്നുകൂടി കൂടുന്നു. റായ്ം തിരിച്ചെത്തിയ ശേഷം ഓസ്കയെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ നിന്ന് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അവളെ തിരികെ വീട്ടിൽ കൊണ്ടുവിടാനായി അവനും കൂടി ചെല്ലുന്നു. അവളെ അവിടെ വിട്ടിട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ജുവന്റെ അമ്മയുടെ വണ്ടി അവിടെ കിടക്കുന്നത് ഓസ്ക കണ്ടത്. അപ്പോൾ തന്നെ അവൻ എന്തോ പന്തികേട് തോന്നുന്നതിനാൽ റായ്മിനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ വേഗം റായ്മിൻ്റെ റൂമിലേക്ക് ഓടുന്നു. ജുവന്റെ അമ്മ ഈ സമയം അവളുടെ മുറിയിലൊരു പരിശോധന നടത്തുകയായിരുന്നു. അയോങ് അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പെട്ട് നിൽക്കുകയാണ്. ജുവൻ വാങ്ങിയ 1-2 ലൈറ്റുകൾ മാത്രം അവിടെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ കാശിന് വാങ്ങിയതാണ് അത് എന്ന് അവർക്ക് മനസ്സിലാവുന്നു. റായും ജുവനോട് മിണ്ടാതിരുന്ന ദിവസങ്ങളിൽ ഇടയ്ക്ക് ഒരു ദിവസം അവൾ അവൻ്റെ ശരീരത്തിലായിരുന്നപ്പോൾ ധരിച്ചിരുന്ന കുറേ അണ്ടർവെയറുകളെല്ലാം കൂടി അവളുടെ അടുത്ത് കൊണ്ടു കൊടുത്തിരുന്നു. അവളെ കാണാൻ ഒരു കാരണമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അന്ന് അവൻ അങ്ങനെ ചെയ്തത്. റായും മറ്റോ വഴിയൊന്നുമില്ലാത്തതിനാൽ അതെല്ലാം കൂടി വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജുവൻ്റെ അമ്മ അത് കണ്ട് ആകെ തെറ്റിദ്ധരിക്കുന്നു. ഈ സമയത്താണ് ഓസ്ക അവിടേക്ക് എത്തിയത്. ഓസ്കയെ അവിടെ കണ്ട് അയോങ് ആകെ അത്ഭുതപ്പെടുന്നുണ്ട്. ജുവന്റെ അമ്മയോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോവാൻ ഓസ്ക പറയുന്നുണ്ട്. അപ്പോഴേക്കും റായ്മും അവന്റെ പുറകെ അവിടെ എത്തുന്നു.
അവരെ കണ്ട് അവളും ആകെ ഷോക്കാവുന്നുണ്ട്. ഓസ്ക റായിമിനൊപ്പം വന്നതാണ് എന്ന് അറിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ജൂവന്റെ അമ്മ ചോദിക്കുന്നുണ്ട്. ആൻറ്റി വെറുതെ ഓരോ കഥകൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ ഓസ്ക അവരെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവർ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് റായിമിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. ജൂവന്റെ ഒപ്പം അവൾ റിസോർട്ടിലേക്ക് പോയതിനെ പറ്റി പറഞ്ഞായിരുന്നു അവർ ദേഷ്യപ്പെട്ടത്. ഇതിനു മുമ്പ് അവർ തമ്മിൽ കണ്ടപ്പോൾ അവനോട് തനിക്ക് യാതൊരു താല്പര്യവുമില്ല, അവനെ തൻ്റെ അടുത്തേക്ക് വിടരുത് എന്നൊക്കെ റായിം പറഞ്ഞിരുന്നതാണല്ലോ. ഇപ്പോൾ അതൊക്കെ തെറ്റിച്ചുകൊണ്ടാണല്ലോ അവൾ അവൻ്റെ ഒപ്പം റിസോർട്ടിലേക്ക് പോയത്. അതും പറഞ്ഞ് അവൾ മോശക്കാരിയാണ് എന്ന രീതിയിൽ അമ്മ സംസാരിക്കുന്നു. അവർ തമ്മിൽ ആൻറ്റി വിചാരിക്കുന്നത് പോലെയുള്ള ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഓസ്ക അവരുടെ ദേഷ്യം തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജൂവന്റെ അണ്ടർവെയറുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നതെല്ലാം കൂടി നിലത്തേക്ക് എടുത്തിട്ടിട്ട് അങ്ങനെ ഒരു ബന്ധം അവർക്കിടയിൽ ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നത്? അവൻ ഇവിടെ വന്ന് താമസിക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളെ വളരെ മോശക്കാരിയാക്കി സംസാരിക്കുന്നു. അത് മാത്രമല്ല, അവളെ ഈ രീതിയിൽ വളർത്തിയത് അവളുടെ അച്ഛനമ്മമാരുടെ കുറ്റമാണ് എന്ന് പറഞ്ഞ് അവരെയും അവർ വളരെ മോശക്കാരായി ചിത്രീകരിക്കുന്നു. റായിമിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. ജൂവന് എന്നെ ഇഷ്ടമാണ്, ഞാനും അറിയാതെ അവനെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി എൻ്റെ അച്ഛനമ്മമാരെ മോശമാക്കിക്കൊണ്ട് അവനെ ഇഷ്ടപ്പെടാനും മാത്രം ഇഷ്ടമൊന്നും എനിക്ക് അവനോടില്ല. അതിനുള്ള യോഗ്യതയും അവനില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് തിരിച്ചെടുക്കണം. എൻ്റെ അച്ഛൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ഒരു മോശക്കാരനാക്കാൻ ഞാൻ അനുവദിക്കില്ല. അവരെക്കുറിച്ച് മോശമായി പറഞ്ഞതിന് ഇപ്പോൾ തന്നെ ക്ഷമ പറയണം എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. പക്ഷെ അവർ അതിന് തയ്യാറാവാതെ പിന്നെയും അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അവസാനം ഓസ്ക അവരെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. റായിം സങ്കടം സഹിക്കാൻ കഴിയാതെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. അയോങ് അവളെ സമാധാനിപ്പിച്ച് കൂടെ ഇരിക്കുന്നുണ്ട്. റായിമിന്റെ സങ്കടം കണ്ട് അവളും കരയുന്നുണ്ട്. ആന്റിയെ വണ്ടിയിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചെത്തിയ ഓസ്കയ്ക്കും റായിമിന്റെ കരച്ചിൽ കണ്ടപ്പോൾ നല്ല വിഷമമാകുന്നു. ജൂവൻ ഈ സമയം ഓഫീസിലായിരുന്നു. ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സോഫയിൽ കിടന്നുകൊണ്ടാണ് അവൻ ഫയലൊക്കെ സൈൻ ചെയ്തത്. ഈ സമയത്താണ് അയോങ് സെക്രട്ടറി കിമ്മിനെ വിളിച്ചിട്ട് ജൂവന്റെ അമ്മ അവിടെ എത്തിയതിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ജൂവൻ ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നു. അവൻ അപ്പോൾ തന്നെ റായിമിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. പക്ഷെ അവൻ വാതിലിൽ എത്ര മുട്ടി വിളിച്ചിട്ടും അവൾ വാതിൽ തുറക്കുന്നില്ല. അവൾ അകത്തുണ്ടായിരിക്കില്ല എന്ന് കരുതി അവൻ തിരികെ പോകുന്നുണ്ട് അമ്മയുടെ അടുത്തേക്ക്. എന്തിനാണ് റായിമിന്റെ വീട്ടിലേക്ക് പോയത് എന്ന് ചോദിച്ച് അവൻ വഴക്കുണ്ടാക്കുന്നു. അവർ അവനെ തിരിച്ച് വഴക്ക് പറയുകയും അവൻ മനോരോഗത്തിന് മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്ത് അസുഖത്തിനാണ് അവൻ മരുന്ന് കഴിക്കുന്നത്? എന്താണ് ഇക്കാര്യം ഇതുവരെ പറയാതിരുന്നത്? ഏതെങ്കിലും ബോർഡ് മെമ്പേഴ്സ് ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ CEO സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ച് അവനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് അവർ അപ്പോഴും സംസാരിച്ചത്. റായിം ഇനി അവനെ കാണില്ല എന്ന് അവരോട് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞുവെന്ന് അവൻ വിഷമത്തോടെ ചോദിക്കുന്നു. അവളുടെ കാര്യത്തിൽ അവൻ താൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സീരിയസ് ആണ് എന്ന് അമ്മയ്ക്ക് തോന്നുന്നതിനാൽ ഇപ്പോൾ അവർ കണ്ടീഷൻ വെക്കുന്നുണ്ട്. നിനക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ആത്മാർത്ഥമായി ഇഷ്ടമാണെങ്കിൽ നീ അതിന്റെ പുറകെ പോയി. പക്ഷേ നിനക്ക് ഇപ്പോഴുള്ള സൗഭാഗ്യങ്ങളെല്ലാം നീ ഉപേക്ഷിക്കേണ്ടി വരും. നിന്റെ വീടും പണവും പ്രശസ്തിയും ഒന്നുമില്ലാതെ അവളുടെ പ്രണയമാണ് നിനക്ക് വലുത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് അവൾക്കൊപ്പം ജീവിക്കാം. ഞാൻ ഇനി നിങ്ങൾക്കൊരു തടസ്സമായി വരില്ല. നാളെ നിങ്ങൾക്കൊരു കുട്ടിയായി കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ മറന്ന് നിങ്ങളെ സ്വീകരിക്കും എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. നീയും നിന്റെ കുട്ടിയും തിരികെ ഇവിടേക്ക് വന്നാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എത്ര കാലം കഴിഞ്ഞാലും അവളെ എൻ്റെ മരുമകളായി ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോലും ഞാൻ അതിനുള്ള പെർമിഷൻ നൽകില്ല. എൻ്റെ വിൽപത്രത്തിൽ ഞാൻ അത് എഴുതി വെക്കും. ഇതെല്ലാം നഷ്ടപ്പെടുത്തി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിനക്ക് അവളുടെ പ്രണയമാണ് വലുത്. അവൾക്കൊപ്പം ജീവിക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് അതുമായി മുന്നോട്ട് പോകാമെന്നുള്ള തന്റെ തീരുമാനം അവനെ അറിയിച്ചിട്ട് അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ജുവന് അതിനെന്തെങ്കിലും മറുപടി നൽകാനോ ഒരു തീരുമാനം എടുക്കാനോ ഒന്നും അപ്പോൾ സാധിക്കുന്നില്ല. റായും അവളുടെ റൂമിൽ തന്നെ വിഷമിച്ച് കിടക്കുകയായിരുന്നു. അയോങ് അവളുടെ കൂടെ തന്നെ ഉണ്ട്. ജുവൻ പിന്നെയും അവിടെ എത്തി വാതിൽ മുട്ടി അവളെ വിളിക്കുന്നു. വാതിൽ തുറക്കണോ എന്ന് അയോങ് ചോദിക്കുന്നുണ്ട്. പക്ഷെ തുറക്കാൻ റായും സമ്മതിക്കുന്നില്ല. കുറെ സമയം വാതിൽ മുട്ടി വിളിച്ചിട്ടും മറുപടിയൊന്നും ഇല്ലാത്തതിനാൽ ജൂവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അകത്ത് ഫോൺ റിങ് ചെയ്യുന്നത് അവൻ അവിടെ നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൾ അകത്തുണ്ട് എന്ന് അവന് മനസ്സിലാവുന്നു. നീ വാതിൽ തുറന്നില്ലെങ്കിൽ തുറക്കുന്നത് വരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും എന്നൊക്കെ അവൻ വിളിച്ച് പറഞ്ഞിട്ട് പോലും അവൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലാൻ തയ്യാറാവുന്നില്ല. അടുത്ത ദിവസം രാവിലെയാണ് അവൾ പിന്നെ പുറത്തിറങ്ങിയത്. അപ്പോഴും അവളുടെ വിഷമം ഒട്ടും കുറഞ്ഞിരുന്നില്ല. അങ്ങനെ അവൾ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ജൂവൻ അവന്റെ വണ്ടിയിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നു. അവളെ കണ്ടുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. നിന്നെ കണ്ടിട്ടേ തിരികെ പോവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. 8 മണിക്കൂർ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്നവൻ പറയുന്നുണ്ട്. ആദ്യം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ പിന്നീട് സംസാരിച്ചപ്പോൾ നിന്റെ അമ്മ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ വെച്ച് പറഞ്ഞതൊക്കെ കുറെ ദിവസങ്ങളായി എൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇതുവരെ സ്വതന്ത്രമായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ വന്നിട്ടും നിന്റെ അമ്മ ഒരു വിഷയം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് അവിടെ പോലും സമാധാനമായി കഴിയാൻ സാധിക്കുകയില്ല. അവിടെ ചെല്ലുമ്പോഴൊക്കെ ഈ സംഭവമായിരിക്കും എൻ്റെ മനസ്സിലേക്ക് വരിക. ഇനി ഒരിക്കലും മനസ്സമാധാനത്തോടെ എനിക്ക് ആ മുറിയിൽ കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നീ ഇന്നലെ ഒരു രാത്രി ഉറക്കമൊഴിച്ചതിനെ കുറിച്ച് വെറുതെ പരാതി പറയരുത്, എന്നെ വെറുതെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് അവൾ വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു. മുന്നോട്ട് പോകുന്നതിനിടയിൽ അവൾ കരയുന്നുമുണ്ട്.
ജൂവണ്ണൻ നന്നായി വിഷമിച്ചാണ് അവിടെ നിന്ന് തിരികെ പോയത്. അവൻ വീടിനടുത്ത് എത്താറായപ്പോൾ ഓസ്കയെ കാണുന്നു. ഓസ്ക റായിമിന്റെ കാര്യം സംസാരിക്കാനായിട്ടാണ് അവന്റെ അടുത്തേക്ക് ചെന്നത്. പക്ഷെ ജൂവൺ അതിനെക്കുറിച്ച് പറയാതെ അന്ന് രാത്രി അവന്റെ വീട്ടിൽ വെച്ച് നടക്കാൻ പോകുന്ന VVIP പാർട്ടിയെക്കുറിച്ചാണ് പറഞ്ഞത്. റായും അതിന് വരുമോ എന്ന് ഓസ്ക അന്വേഷിക്കുന്നു. റായും വരില്ല, പക്ഷേ യൂൻസിയോൾ വരും. ഓസ്കയും നിർബന്ധമായും പാർട്ടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് ജൂവൺ വണ്ടി വിട്ടു പോകുന്നു. അവന്റെ വീട്ടിൽ അന്ന് വൈകുന്നേരത്തെ പാർട്ടിക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അയോങ്ങിനും കിമ്മിനും ഒക്കെ അന്ന് അവിടെ ആയിരുന്നു ഡ്യൂട്ടി. ജൂവണിന് വീട്ടിലെത്തിയിട്ടും ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. അവൻ പലതവണ റായിമിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അന്ന് അവളുടെ ഇംഗ്ലീഷ് സിനിമയ്ക്ക് വേണ്ടിയുള്ള ബാക്കി ഷൂട്ടിന്റെ ദിവസമായിരുന്നു. വൈകുന്നേരം വരെയും അവൾ ഫോൺ എടുക്കാത്തത് കാരണം ജൂവൺ അവസാനം ആക്ഷൻ സ്കൂളിലേക്ക് ചെല്ലുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ നിൽക്കുകയായിരുന്ന റായും അവന്റെ വണ്ടി വരുന്നത് കാണുന്നു. അവിടെ നിന്നുകൊണ്ട് ഉടനെ തന്നെ അവൾ സീനിയറിനെ വിളിച്ചിട്ട് ഞാനിവിടെ ഉണ്ടെന്ന് പറയരുതെന്ന് പറയുന്നുണ്ട്. സീനിയർ അങ്ങനെ തന്നെ ജൂവനോട് പറയുന്നുണ്ടെങ്കിലും കള്ളമാണ് എന്ന് ജൂവന് മനസ്സിലാവുന്നു. അവസാനം റായും പറഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് സീനിയർ തുറന്ന് പറയുന്നു. റായൻ കുറിച്ച് അപ്പുറത്ത് മറിഞ്ഞു നിന്ന് ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. അവൾ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് അറിയാവുന്നതുകൊണ്ട് ജൂവൻ ഉറക്കെ തനിക്ക് പറയാനുള്ളതൊക്കെ വിളിച്ച് പറയുന്നു. നീ ഇനി മുതൽ എന്നെ കാണാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എന്റെ ഫോണെങ്കിലും അറ്റൻഡ് ചെയ്യേ. എത്രയധികം തിരക്കുകൾക്കിടയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്ന് നിനക്കറിയാമോ? അറ്റ്ലീസ്റ്റ് നിന്നെ ഒന്ന് കാണാനെങ്കിലും സമ്മതിക്കുക എന്നൊക്കെ അവൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഈ സമയം റായിമിന്റെ അടുത്തേക്ക് ജങ്സുവും എത്തുന്നു. അവൻ പറയുന്നത് ശരിയാണ്, അവൻ ഇവിടേക്ക് വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ജങ്സുവും അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ റായിമിനെ കാണാതെ തന്നെ ജൂവണ് മടങ്ങേണ്ടി വരുന്നു. അന്ന് രാത്രിയാണല്ലോ അവന്റെ വീട്ടിലെ പാർട്ടി. അതുകൊണ്ട് രാത്രി അവൻ അതിന്റെ തിരക്കിലാണ്. എന്നാലും ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ അവൻ അവൾക്ക് ഓരോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് നീ എവിടെയാണെന്നെങ്കിലും എന്നെ ഒന്ന് അറിയിക്കുക, ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത വിഷമത്തിലാണ് എന്നൊക്കെയാണ് അവൻ മെസ്സേജ് അയക്കുന്നത്. റായും ആക്ഷൻ സ്കൂളിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കാണുന്നത്. അവസാനം റായും അവനെ കാണാൻ തീരുമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. അവന്റെ വീട്ടിലേക്കാണ് അവൻ പോയത്. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു പാർട്ടി നടക്കുന്നത് അവൾ അറിയുന്നത്. ആദ്യം മുന്നോട്ട് പോകണോ എന്ന് അവളൊന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും എന്തായാലും അവനെ കാണാമെന്ന് തീരുമാനിച്ച് കുറച്ചുകൂടി മുന്നോട്ടേക്ക് ചെല്ലുന്നു. അകത്ത് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയിൽ ജൂവൻ തിരക്ക് പിടിച്ച് ഓടി നടക്കുന്നു. അകത്ത് നിൽക്കുന്നവരെല്ലാം VVIPകളാണല്ലോ. അവരുടെ ഡ്രസ്സിങ്ങും മറ്റും കണ്ടപ്പോൾ അവൾക്ക് അതിനുള്ളിലേക്ക് പോകാൻ തോന്നുന്നില്ല. മുമ്പ് പലതവണ അവനെക്കുറിച്ച് ചിന്തിക്കാതെ മോശം വേഷം ധരിച്ച് ചെന്നതിനെക്കുറിച്ച് അവൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇനിയും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കണ്ട എന്ന് കരുതി അവൾ കുറച്ച് സമയം പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. നല്ല തണുപ്പുണ്ടെങ്കിലും അവൾ അവിടെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ജൂവൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഈ വേഷത്തിൽ തന്നെ കണ്ടാൽ അവൻ തൻ്റെ അടുത്തേക്ക് വരും, അത് അവന് തന്നെ നാണക്കേട്ടുണ്ടാക്കും എന്നോർത്ത് അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം അവിടെ നിന്ന് മടങ്ങിപ്പോവാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ഓസ്ക അവിടേക്ക് വന്നത്. ജൂവൻ ക്ഷണിച്ചിട്ടാണ് അവൾ വന്നത്, എന്താണ് അകത്തേക്ക് പോവാതിരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവൻ വന്നത്. ഞാൻ അറിയാതെ വന്നതാണ്, വന്ന ദിവസം മാറിപ്പോയി, മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് അവൾ തിരികെ പോകാൻ തുടങ്ങിയെങ്കിലും ഓസ്ക അവളെ പിടിച്ചു നിർത്തുന്നു. അവളുടെ കയ്യിൽ പിടിച്ചപ്പോഴാണ് അതെല്ലാം തണുത്ത് മരവിച്ചിരിക്കുന്നത് അവൻ അറിയുന്നത്. അങ്ങനെ അവൾ അവിടെ എത്തിയിട്ട് കുറേ സമയമായി എന്ന് അവന് മനസ്സിലാവുന്നു. അവൻ അവളെ അകത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഈ വേഷത്തിൽ അകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ എതിർക്കുന്നു. അതിന് ഞാൻ പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൻ തൻ്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ ചെന്ന് അവളുടെ തണുപ്പ് മാറ്റാൻ ആദ്യം ഒരു ചൂട് ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവളെ ആ പാർട്ടിക്ക് പറ്റുന്ന രീതിയിൽ ഒരുക്കാൻ വേണ്ടിയിട്ട് അവനൊരു ഹെയർ ഡ്രസ്സറേയും സ്റ്റൈലിസ്റ്റിനെയും ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവളുടെ ഡ്രസ്സ് ഏത് അളവിലാണ് വേണ്ടത് എന്നുമൊക്കെ അവൻ ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ നിന്റെ ഫെയറി ഗോഡ് മദർ ആവാൻ പോവുകയാണ് എന്ന് ഓസ്ക അവളോട് പറയുന്നുണ്ട്. ജൂവൻ ഇതിനിടയിൽ പിന്നെയും റായിമിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. അവൻ അങ്ങനെ നിരാശനായി തിരികെ നടക്കുന്ന കൂട്ടത്തിലാണ് യൂൻസിയോൾ അവിടെ എത്തിയത്. പാർട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരുങ്ങിയൊക്കെ തന്നെയാണ് അവൾ വന്നിരിക്കുന്നത്. അവനെ കണ്ടുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവനോട് സംസാരിക്കുന്ന കൂട്ടത്തിലും ചുറ്റും ഓസ്കയെ തിരയുന്നത് കണ്ട് ഓസ്ക ഇതുവരെ എത്തിയിട്ടില്ല എന്ന് ജൂവൻ അറിയിക്കുന്നു. പക്ഷെ ഞാൻ അവനെയല്ല തിരഞ്ഞത്, എന്നേക്കാൾ നന്നായി ഡ്രസ്സ് ചെയ്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് എന്ന് യൂൻസിയോൾ പറയുന്നു. ഈ സമയത്താണ് ഓസ്കയ്ക്കൊപ്പം റായും അവിടേക്ക് വന്നത്. പാർട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ ഡ്രസ്സിങ്ങും മേക്കപ്പും ഒക്കെ ചെയ്തിട്ടാണ് അവളും വന്നിരിക്കുന്നത്. അവളെ ആ വേഷത്തിൽ അവിടെ കണ്ട് യൂൻസിയോളും ജൂവനും ആകെ ഷോക്കായി നോക്കി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.